അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിൻ്റെ കവാടങ്ങൾ നമുക്ക് തുറന്നു തരട്ടെ. നമ്മുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പടച്ചോനെ നീ ഖൈറും ബറക്കത്തും വിജയവും റാഹത്തുള്ള സമാധാനമുള്ള ജീവിതവും നൽകണേ അല്ലാ. ഒരുപാട് പേര് ദുആ ചെയ്യണേ ഉസ്താദെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാദാ, അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് അവിടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ. അസ്മാഉൽ ഹുസ്നയെ മനസ്സോട് ചേർക്കുന്ന മുത്തമുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ചേർത്തി തരട്ടെ. എല്ലാ ദിവസവും ഈ അസ്മാഉൽ ഹുസ്ന നിശ്ചിത കണക്കനുസരിച്ച് ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളിന്ന് ചൊല്ലാൻ പോകുന്നത് അസ്മാഉൽ ഹുസ്നയിലെ 11ാമത്തെ നാമമായ 11ാമത്തെ പേരായ യാ മുതകബ്ബിറു യാ അല്ലാ എന്നാണ്. യാ മുതകബ്ബിറു എന്നതിൻ്റെ അർത്ഥം, ഈ ഇസ്മിൻ്റെ മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇത് ധാരാളമായ ഒരാൾ ചൊല്ലിയാൽ അവൻ്റെ ജീവിതത്തിൽ അല്ലാഹു തആല ഐശ്വര്യം നൽകുന്നതാണ്. മാത്രമല്ല അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകുന്നതാണ്. കുട്ടികളുണ്ടാവാൻ, കുട്ടികളില്ലാത്ത ആളുകൾ, കുട്ടികൾ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഈ ഇസ്മ ധാരാളമായി ചൊല്ലുന്നത് നല്ലതാണ്. മാത്രമല്ല എല്ലാ വിധത്തിലുള്ളതായ യോഗ്യതയും ഈ ഇസ്മ ധാരാളമായി ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല മോശപ്പെട്ട ഒരു സ്വഭാവമുള്ള വ്യക്തി ഈ ഇസ്മ ചൊല്ലിയാൽ, അതായത് ഇപ്പം ഭർത്താവിനിക്ക് മോശപ്പെട്ട സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് മോശപ്പെട്ട സ്വഭാവമുണ്ട്, ഭർത്താവ് ഭാര്യയോട് ചൊല്ലി ആ സ്വഭാവം മാറാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ സ്വഭാവം നന്നാക്കുന്നതാണ്. അല്ലാഹു നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന ചൊല്ലണം. ഇത് നമുക്ക് 11ാമത്തെ മജ്ലിസാണ്. 10 മജ്ലിസുകൾ നമ്മൾക്ക് കഴിഞ്ഞു. യാ അല്ലാ മുതൽ എല്ലാ ഇസ്മുകളും ഓരോ ദിവസവും 313 തവണ നമ്മൾ ചൊല്ലുന്നുണ്ട്. എല്ലാവരും അതൊക്കെ എടുത്തിട്ട് എല്ലാ ദിവസവും 313 തുടക്കം മുതലേ ചൊല്ലുക. അത് വലിയ ഖൈറും ബറക്കത്തും വിജയവും നമ്മൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെയുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ കാരണമായി തീരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ മുതകബ്ബിറു യാ അല്ലാഹ്, 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 യാ മുതകബ്ബിറു യാ അല്ലാഹ്,
يا متكبر يا الله 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 يا متكبر يا الله
يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا متكبر يا الله يا الله يا الله فرجنا من وبا يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله يا الله يا الله فرجنا من وبا يا الله يا الله فرحنا بالنوبة يا بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله يا الله يا الله فرجنا من وبا يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله الحمد لله رب العالمين اللهم صل على سيدنا മുഹമ്മദ്. അള്ളാഹുവേ, നിൻ്റെ ഇസ്മുകളിൽപ്പെട്ട യാ മുതകബ്ബിറു എന്ന ഇസ്മ് ഞങ്ങൾ 313 തവണ ചൊല്ലിയിരിക്കുന്നു. നീ ഞങ്ങളെ പൊരുത്തപ്പെടണേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ. നിൻ്റെ ഖൈറിൻ്റെ, നിഅമത്തിൻ്റെ, ബറക്കത്തിൻ്റെ, റഹ്മത്തിൻ്റെ കവാടങ്ങൾ ഈ സാധുക്കളായ അടിയാറുകൾക്ക് തുറന്നു തരണേ. വിഷമങ്ങൾ, ടെൻഷനുകൾ, പ്രയാസങ്ങൾ മാറ്റിത്തരണേ. രോഗങ്ങൾ, വേദനകൾ ശിഫയാക്കി തരണേ അല്ലാ. ഉസ്താദേ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞൊരുപാട് മുഅ്മിനീങ്ങളുണ്ട് നാഥ. അവർക്കൊക്കെ ഖൈറ് നൽകണേ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ ഒരാളെയും ഒരു രംഗത്തും വഷളത്തരത്തിലാക്കല്ലേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾക്ക് ആഫിയത്ത്, ആരോഗ്യം നൽകണേ. നിൻ്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചോനെ അല്ലാ, ഞങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ പെട്ടെന്ന് ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി തരണേ അല്ലാ. വിജയത്തിലാക്കി തരണേ അല്ലാ. اللهم اغفر لنا وارحمنا ولوالدينا ولأساتذتنا ولجميع المؤمنين آمين برحمتك يا أرحم الراحمين.